അങ്ങനെ ഊട്ടിയിലെത്തി, റൂമിലെത്തി, ഫുഡൊക്കെ കഴിച്ചു, റെസ്റ്റൊക്കെ എടുത്തു. അപ്പം എല്ലാം കറങ്ങാൻ പോവുകയാണ്. ഇത് പാർട്ട് 2 ആയിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുക. ഫസ്റ്റത്തെ തന്നെ ഒരുപാട് ലെങ്ത് ഉള്ളത് കൊണ്ട് ഇത് പാർട്ട് 2 ആയിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുക. കോസ്റ്റ്യൂമൊന്നും മാറ്റിയിട്ടില്ല, മാറ്റേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ്. നന്നായിട്ട് തടി വെക്കുന്ന ഗൈസ്. ഇനി വർക്കൗട്ടൊക്കെ തുടങ്ങണം, ജിമ്മിലൊക്കെ പോകണം എന്ന് വിചാരിക്കും, പക്ഷേ പോകത്തില്ല കേട്ടോ. അപ്പം അങ്ങനെയാണ്. ഒന്ന് ഫ്രഷായി, മുടിയൊക്കെ ഒന്ന് ചീക്കി ഒതുക്കി വെച്ചു. പലരും ചോദിച്ചിട്ടുണ്ട് പണ്ട് ഒരുപാട് മുടി ഉണ്ടായിരുന്നു എന്നൊക്കെ. അതൊക്കെ ഒരു കാലം ഗൈസ്. ഓക്കെ, അപ്പം ഞാനും മോനെ എൻ്റെ കൈയൊന്ന് മാമൻ്റെ മേലേക്ക് വെക്ക്. പിന്നെ ഞാനും പിന്നെ അപ്പുറത്തൊരു ഞാനുണ്ട്. ഞാനെല്ലാം കൂടി കറങ്ങാൻ പോവുക. ഹോയ് ഇതമ്മോ പേടിച്ചു. വാ, കിടക്കാൻ വന്നതല്ല, ഇവിടെ കറങ്ങാൻ വന്നതാ. മറ്റേ കഴിഞ്ഞ റിസോർട്ടിൽ നിന്ന് വട്ടം കറക്കിയിട്ട് എന്നെ ഞാനൊന്ന് കറക്കി തരാം. ഓ, എവിടെ പോയാലും മൊബൈല്. കുളിച്ചിട്ടുമില്ല, ചാവോ. അപ്പം ഗായ്സ്, ഞങ്ങൾ കറങ്ങിയിട്ടും തിരിഞ്ഞിട്ടൊക്കെ വരാം ഗായ്സ്. ഞാൻ ഫോണ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ മേടിച്ചു. അപ്പം അങ്ങനെയാണ്. താഴെ പോയാനേ പോകാനോടല്ലേ. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ താഴെ പോയേനെ. ഓക്കെ ബൈ. ഇതൊന്നും എടുത്ത് എവിടെയാ വന്ന പൊട്ടാണിക്കൽ ഇത് മറ്റേ ഇതല്ലേ, പിന്നെ ആ ചക്ക എന്തോ ഭയങ്കര ഫേമസ് ആയ നല്ല ടേസ്റ്റ്. എന്നാ ഞാൻ വാങ്ങി തന്നെ ഇരുന്നോ. കുറേ കാലം വാടാണ്ട് കിട്ടിയില്ലേ. ഓർമ്മയുണ്ടോ മയില്? എന്റെ കർത്താവ് എച്ചാതി വെള്ളിയാന്ന് പറയോ. 200 വേണ്ട വേണ്ടപ്പാ. 150 അവിടെ പാസ് എടുക്കണ്ടേ ഒരാക്കോ? ഒരു തുമ്മക്കിട്ടിനെ പോലത്തെ നായ. അപ്പൊ ഗാർഡൻ കാണാൻ വേണ്ടിട്ട് വന്നതാണ്. രണ്ടഡൽട്ട് എടുത്താ മതിയെങ്കിൽ ജാതി പോത്തിലാന്നറിയാം. ഓ ആയിക്കോട്ടെ ഗൈസ്. ഇവിടെയൊക്കെ വലിയ തണുപ്പില്ലല്ലേ? അവിടുത്തെ അത്ര തണുപ്പില്ല. എനിക്ക് അവിടുത്തെ അത്ര തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. അപ്പനപ്പൂപ്പന്മാരുടെ ഫോട്ടോസൊക്കെ ഇവിടെ ഉണ്ട്.
നായ്ക്കുട്ടീനെ വിളിച്ചു തന്നെ. അതിനെ വാങ്ങാലോ, ഒന്നിനെ മതിയോ? മുടിയൊക്കെ കെട്ടിയിട്ട്. ആ, മുടി കെട്ടിക്ക്. ഏട്ടായും മക്കളും ഇതാണ്. ഏട്ടായി കാഫി. ഇവിടെ എന്തോരം മനുഷ്യന്മാരാണെന്നറിയോ. ഓനോള് 24 മണിക്കൂറും തല്ല. എന്തെങ്കിലും കാര്യം ഉണ്ടാവും തല്ലുകൂടാൻ. ഇങ്ങനെയുണ്ട്. എടാ ചൊറിയുമ്പോ ഇനി ഓടും. കാരണം എനിക്ക് അവിടുന്ന് വീഡിയോ എടുത്തിട്ട് ചൊറിഞ്ഞിക്ക്. ആ, എന്നാ അങ്ങോട്ട് ഇറങ്ങി. എവിടെ പോയാലും കൊരങ്ങൻ കൊമ്പത്ത്. ഷടാ, വിടുന്നായിട്ട് കണ്ടതുമില്ല. അങ്ങനത്തെ ഇങ്ങോട്ട് നോക്കിയ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് പുല്ലില് കുത്തിരിക്കണ്ട, അല്ല മരത്തുമ്പോ കേറണ്ടാന്ന്. എനിക്ക് തലവേദന ആയിട്ട് എനിക്ക് വളയൊന്ന് പൊട്ടിച്ചേർന്ന്. പൊട്ടിക്കാം ഗൈസ്. എന്താന്നറിയോ, റീൽസ് എടുക്കാൻ വേണ്ടിട്ട് വള ഇട്ടതാ. ഊരാൻ കിട്ടുമോ നോക്ക്. ഒന്ന് പൊട്ടി, 2 പൊട്ടി. പിന്നെ ഇതാക്കി വെക്കുക. 35 റുപ്യ, 35 അല്ല 50 റുപ്യല്ലേ 10 ആ എത്ര. എനിക്കിതിട്ടിട്ട് ഭയങ്കര അലമ്പ്. പോരാത്തതിന് ഡ്രസ്സ് പച്ചയും വള ഒരു മാച്ചും ഇല്ലാത്തത് കുപ്പിവെള്ള കുണുങ്ങണല്ലോ. അങ്ങനെ ലാസ്റ്റ് വൺ. അപ്പൊ ഇത്രയും വളകൾ പൊട്ടിച്ചു ഗൈസ്. എൻ്റെ കൈ ഒന്ന് ഫ്രീ ആയി. ഇപ്പോഴാണ് സമാധാനായി. ആ, കൈ മുറിഞ്ഞിട്ടുണ്ട്. ചെറുതിനോന് അത്ര ഇത് ചെറുതല്ല. എന്റെ ഭർത്താവേ, ചുണ്ടിക്കറി പോയോ. അയ്യോ. അപ്പം അങ്ങനെയാണ് പാർക്കിൽ എല്ലാവരും റീൽസ് എടുക്കുക. ഫുള്ള് മലയാളീസ് ആട്ടോ. ഊട്ടി ഫുള്ള് മലയാളീസ്. അയ്യോ, അതാ എന്നത്തിലപ്പൊ തൊടിക്കാന്നറിയില്ല. നോക്കിയ ഏട്ടായി എന്തോന്ന് ഇല്ല, മേത്താക്കിയില്ല. അല്ലാണേ ആക്കിയില്ല കേട്ടോ. അയ്യേ, എയിമിലാക്കണ്ട. ആയുർവേദ ചെടി ഉണ്ടായിരുന്നു. ആയുർവേദ ചെടി പിന്നെ ദേ കാട്ടപ്പനല്ലേ ഇതാക്കല്ലേ. വേണ്ട 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 വേണ്ട. അയ്യയ്യേ, ഓരോരുത്തർ തുപ്പ് വെക്കുകയൊക്കെ ചെയ്യുന്ന സാധനം. ചില തമിഴന്മാര് ചില ആൾക്കാർ ചിലപ്പോ 2 പോലുണ്ടാവും. 2 തെറ്റാ. എന്റെ അതോ കഴിയുമ്പോ പിന്നെയും ചോര.
എന്റെ മുഖം നീരുള്ളതിനെ കൊണ്ടാ എനിക്ക് ബ്ലഡ് ഇത് കുത്തുമ്പോണ്ടല്ലോ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോണ്ടാവല്. ഇത്രയൊക്കെ കെയറിങ് ആർക്കെങ്കിലും കിട്ടുമോ ഗൈസ്? ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ഞാൻ ഇവനും തല്ല് കൂടുന്ന സമയത്ത് ഇവൻ്റെ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, ഇവൻ വീട്ടിൽ ഒറ്റ മോനാ. ഇത് മറ്റേതാട്ടോ, ഇത് അറിയോ, ചോരയില്ല ചെടി, ഇത് ചോര. ഇവൻ എന്നിട്ട് ഒറ്റ മോനാട്ടോ. എന്നിട്ട് എന്നോട് പലപ്പോഴും പറയലുണ്ട്, എന്നെ ഇഞ്ഞെങ്ങനെ നോക്കിയിട്ടില്ല, അങ്ങനെ ഓൻ എന്നെ നോക്കലുണ്ട്. ഓനും ആണെങ്കിലും അമ്മ ആണെങ്കിലും അച്ഛനാണ്, അമ്മക്ക് അച്ഛനും ഓനെക്കാട്ടിലും ഇഷ്ടം തന്നെയാ, ഇവന് അമ്മനെ അച്ഛനെക്കാട്ടിലും ഇഷ്ടം തന്നെയാ. എനിക്ക് ഇഷ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നിനക്ക് ഇഷ്ടാന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ടാട്ടൻ്റെ ഭയങ്കര കെയറാ. അല്ല, എന്റെ മുഖം കണ്ടിട്ട് സജിനെ തോന്നുന്നില്ലേ? ഇല്ലേ, എന്റെ ഏട്ടത്തിനെ തോന്നുന്നു എനിക്ക്. അത് നല്ലോണം തടിച്ചിക്കടേ. അന്ന് ഡോക്ടർ പറഞ്ഞില്ലേ ഗുളിക മാറ്റിയാ വിശപ്പുണ്ടാവും. ഇച്ചാതി വിശപ്പ്. അനങ്ങി ഐസ്ക്രീമും ചോക്ലേറ്റ് ഒക്കെ തിന്നുന്നത് എജ്ജാതി വിശപ്പ് എന്നറിയോ. കൗണ്ടർ അടിച്ച തന്നെ മോളാട്ടോ. ബ്ലഡ് കണ്ടാ തല കറങ്ങി വെക്കുന്ന ആളല്ലേ. അന്നുമ്മന്റെ കൈ എന്റെ കൈ മുറിഞ്ഞിട്ട് സ്റ്റിച്ചിടാൻ പോയിട്ടുണ്ടായി. എന്താ രസം എന്നറിയോ, കൈ ഇങ്ങോട്ട് മുറിയലും പറഞ്ഞു ഞാൻ ഇവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോലും. അവിടെ ഒരു മോമോ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ ഉണ്ട്. ഡോക്ടറെ വരീന്നും പറഞ്ഞ് ഡോക്ടറെ കൂട്ടിക്കൊണ്ടോലും സിസ്റ്ററെ വിളിക്കലും എന്താന്നറിയാം. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കാണേ, പടച്ചോൻ എന്റെ കൈ മുറിഞ്ഞേക്കാട്ടിൽ ഇവന് വേദന ആയോ എന്നുള്ള ഒരു ചിന്താഗതിയിൽ ഞാൻ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുക കേട്ടോ. എന്നപ്പോ ഡോക്ടർ പറഞ്ഞു ഇത് സ്റ്റിച്ച് ഇടാൻ മാത്രമുണ്ട്, എന്തായാലും 2-3 സ്റ്റിച്ചിന്റെ മുകളിലുണ്ട് എന്ന്. ഓ ആയിക്കോട്ടെ, സ്റ്റിച്ച് ഇട്ടോളി. അപ്പൊ ഇങ്ങോട്ട് അറിയണേ, ജെസ്സി മോളെ വേദന ഉണ്ടെങ്കിൽ ഇതേ മാമനെ കടിച്ചു പിടിച്ചോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവന്റെ മുഖത്തേക്ക് നോക്കിയിട്ടല്ലോ, പിന്നെ ദേ കിടക്കുന്ന ടീം തരികട തോന്നായ സംഭവമല്ലോ. അതെന്താ എനിക്ക് കൈക്ക് സ്റ്റിച്ചിടുന്നതോ അല്ലെ കൈ മുറിഞ്ഞതോ അല്ലെ ഇവനെ നോക്കണം എന്താന്നറിയില്ല. ഇങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് വരുമാനം. ഈ കൈക്ക് സ്റ്റിച്ചിട്ട ഞാന് ഇവനെയും കൊണ്ട് കാർ ഓടിച്ച് എന്റെ വീട്ടിലേക്ക് കാറ് ഓടിച്ചിട്ട് ഞാനും മക്കളെയും കൊണ്ട് ഈ സ്റ്റിച്ചിട്ട കയ്യുമായിട്ട് ഞാൻ പോന്ന്. ഞാൻ എന്നിട്ട് ഒരു അച്ഛനെ വിളിച്ചിരുന്ന, അച്ഛ ഓടി വരി, അച്ഛ അവളുടെ തലറിങ്ങി. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം തലറിങ്ങി വീണിക്ക്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരാള് എടോ നിന്ന് പല ദീം തരികട തോന്നാ ജെസ്സി മോളെ മാമനെ കടിച്ചു പിടിച്ച സ്റ്റിച്ച് ഇടുകയാണെന്ന് പറഞ്ഞ ഇവനാ. പിന്നെ ഞാൻ കാണുന്നത് അപ്പുറത്തെ ബെഡിന്റെ കേട്ടോ, ഒരാള് ബ്ലഡ് കണ്ടിട്ട് തല ഇറങ്ങി വീകുന്നത്, അതായത് ഓവർ ടൈം, അതായത് നമ്മൾ ക്ഷീണം കൊണ്ട് വന്ന് ഹോസ്പിറ്റലിൽ കാണിച്ച് ആ ഒരു ടെൻഷനും കാര്യത്തിൽ നിൽക്കുമ്പോൾ ബ്ലഡ് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആർക്കായാലും വരും. അത് കളിയാക്കാൻ മാത്രമല്ല, അതിനെല്ലാവരും കമന്റ് ആണ് കേട്ടോ. എന്തോ ഭാഗ്യത്തിനാ ഓന്റെ തല പൊട്ടാണ്ടുന്നത്. ഒരു ഇതിന്റെ മുകളിലേക്കാ വീണത്. ബെഡ് ഉണ്ടായിരുന്നു. ബ്ലഡ് നിങ്ങൾക്കൊക്കെ കാണാൻ എനിക്കെപ്പോഴും ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബെഡ് കാണും. ഞാൻ ഇനി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണിച്ചിരുന്നുണ്ട്. അന്ന് തൊട്ടിട്ട് ഹോസ്പിറ്റലിൽ ഇവന് ഹീറോ. എന്തുണ്ടെങ്കിലും സൂചി കുത്തുമ്പോൾ സിസ്റ്റർ പറയും കുറച്ചങ്ങോട്ട് മാറി നിൽക്കുന്നുള്ളത്. അങ്ങനെ ഓന് ഹീറോ ആയി. അപ്പൊ അതാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. പോലീസ് വണ്ടിന്റെ ആദ്യമായിട്ട് നിക്കുന്നില്ലടോ.
ആ കോട ഇറങ്ങുന്നുണ്ടല്ലോ. പറയാനാ. കോട കോട ആ കോട ഇറങ്ങുന്നുണ്ടല്ലേ. ആരോ തീട്ടു ഗൈസ്. മൊത്തത്തിൽ തീയിട്ടാണ്. പോന്നാല് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാം. അപ്പുറം മാർക്കറ്റിലൊക്കെ പോയിട്ട് നടന്നു. എനിക്ക് എന്തെങ്കിലും സാധനം വാങ്ങാന്. ഏത് മാർക്കറ്റില്? ഓന്റെ വാപ്പ ഇവിടെ മാർക്കറ്റ് ഉണ്ട്, മീൻ മാർക്കറ്റ്. അപ്പുറം പോണം. ഇവൻ എവിടെങ്കിലും പോയാൽ എക്സ്പ്ലോർ ചെയ്യാൻ പോണം. ഓൻ എന്താ തിന്നാനുണ്ടോ നോക്കിണ്ടാ നടക്കുന്നത്. എടാ ഇവിടെ പിന്നെ ഊട്ടിയിൽ എന്നിട്ട് കുത്തിന്നിരുന്ന കാര്യോ. ഓക്കെ എന്നാ കട്ടാക്കട്ടെ. ഞങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. ഇനി പോയിട്ട് പോരി. ഒരു വെറൈറ്റി പൂവാണേ ഇത്. പറിച്ചാൽ ഫൈൻ കിട്ടും. നമ്മുടെ റോസാപ്പൂവില്ലേ, റോസാപ്പൂവ് തന്നെ, പക്ഷേ റോസാപ്പൂ അല്ലതാനും. ഞാൻ പറിക്കുന്നൊന്നുമില്ല. 100 രൂപ ഫൈനോ. ശരിക്കും റോസാപ്പൂ പക്ഷെ റോസാ കൊമ്പല്ല, മുള്ളുമില്ല, ആ ഒരു ഇലയല്ല. എന്തായാലും റോസ് പോലത്തെ അപരൻ. ഗൂഗിൾ പേ ഉണ്ടോന്ന് ചോദിച്ചതാ. എന്നിട്ട് വേണം കടിക്കണോ വേണ്ടേന്ന് അറിയാൻ. നല്ല ചൂടുണ്ട്, നല്ല ടേസ്റ്റ്. ഒരു പൈസ തീരുന്നതിന്റെ ടെൻഷൻ എനിക്ക് കൊടുക്കേണ്ടി വരുമോ? കൊഞ്ചം വെളിവിടും കണ്ണാച്ചി. അപ്പം ഇതാണ് ചോളം പുഴുങ്ങിയത്. ഇവിടെ ഊട്ടിയിൽ വന്ന സമയത്തേ AC-യും ഫാനും ഇല്ലാതെ കിടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് എൻ്റെ 3 മോളും കിടക്കുന്ന ഒരു കിടത്തം കണ്ടോ. ഇവളെ ഞാൻ ടൂറ് കൊണ്ടുപോകുന്നതാ. പൊന്നര ഗൈസ്, ഒടുക്കാമത്തെ തണുപ്പ്. ഓലതാ നല്ല അറാത്ത ഉറക്കില്ല. ഓൾക്ക് പുറത്തു ഇറങ്ങണ്ട, എവിടെയും കാണുകയും ചെയ്യണ്ട. തണുത്തിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അച്ചാതി തണുപ്പാണ്. നമ്മളെ നാട്ടിൽ എൻ്റെ പൊന്നാര മക്കളെ അടുക്കളയിലൊക്കെ നിൽക്കുന്നൊരവസ്ഥ സഹിക്കാൻ പറ്റൂല. കുക്ക് ചെയ്യുന്നൊക്കെ സമയത്ത് ഇവിടെ ഉള്ളവരെയൊക്കെ ഒരവസ്ഥയെ. ഞങ്ങളൊക്കെ വീട്ടിൽ 2 ഫാൻ ഇട്ടിട്ടാണ് കിടക്കൽ. ഇത് നമ്മളെ AC 16-ലിട്ടിങ്ങാനും മരവിച്ച് നട്ടപ്പാതിരക്കുണ്ടല്ലോ, ഒരു മരവിച്ചിങ്ങാനും നമുക്കൊരു ഓഫാക്കാൻ എണീക്കൽ. ആ ഒരവസ്ഥയാണ് ഗൈസ്. പൊന്നാര മക്കളെ, ജീവനുള്ളവരും ഊട്ടിയിലേക്ക് വരണ്ട. തണുത്ത് വെറുക്കിയിരിക്കാതെ തലവേദന എടുക്കുന്ന തണുപ്പുണ്ട്. ഇനി നാട്ടിൽ ഇഷ്ടം പോലെ ആശുപത്രി ഉണ്ടായിട്ട് ഇപ്പോൾ ഊട്ടിയിൽ ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥയാണ്. ഞാൻ മെഡിസിനൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ആരോ അല്ലിൻ്റെ ഗുളിക എടുത്തോ. ആ ഗുളിക കുടിക്കാൻ വെള്ളം ഉണ്ടോ വണ്ടിയിലാ? അപ്പം ഞാൻ ഗുളിക കുടിച്ചാളുടെ. എനിക്ക് സ്ലീപ്പിംഗ് പിൽസ് ഉണ്ട്. അപ്പോൾ 2 എണ്ണം വെച്ച് കഴിക്കാനുണ്ട്. അതൊരു 3 എണ്ണം ആക്കിയിട്ട് ഞാൻ കഴിക്കട്ടെ. മറ്റ് ഞാൻ ഉറങ്ങൂല. ഇന്നലെയോ ഞാൻ ഉറങ്ങാൻ ലേറ്റാക്കി. ഇന്നും കൂടി ലേറ്റായാൽ നാളെ ഞാൻ ഊട്ടിയിൽ ആശുപത്രി കാണാൻ പോകേണ്ടി വരും. അപ്പോൾ ഒന്ന് ഞാൻ അധികം കുടിച്ചാൽ ഡോക്ടർ അറിയില്ലല്ലോ അല്ലേ. ബോക്സ് കൊടുക്ക ഇന്നലെ ഞാൻ ഇതിൽ വെപ്പിച്ചേക്ക് മുളക് കൊണ്ട് കോച്ചിപ്പോണ തണുപ്പ് ഗൈസ്. എൻ്റെ മെഡിസിൻ ബോക്സ് ചെരുപ്പൊക്കെ ഞാൻ നനച്ചിട്ട് അത് ഞാൻ എൻ്റെ സിറ്റുവേഷൻ എന്താന്നുള്ളത് വിറച്ചിട്ടെങ്കിൽ ബാത്റൂമിലേക്ക് പോയിക്കൂടാ.
അതെ രാത്രി 2 എന്ന് പറഞ്ഞിട്ടുള്ള ഗുളിക. ഇത് 5 മില്ലിയാണ്. 5 10 മില്ലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ബാത്റൂമിൽ പോയിട്ട് ചെരുപ്പ് നനച്ച് തന്നെ ദേഷ്യം പിടിക്കുക. ചെരുപ്പിടാതെ ബാത്റൂമിൽ പോകണം പോലും. ഇതാക്കാൻ വിവരമില്ല. ഞാൻ ഗുളിക കുടിച്ചു ഉറങ്ങട്ടെ ഗായ്സ്. ഊട്ടി വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നാളത്തെ വിശേഷങ്ങൾ നാളെ ഇടാട്ടോ. എപ്പോഴാണോ പോസ്റ്റ് ചെയ്യാന്നറിയില്ല. ഇവിടെ വൈഫൈയും കാര്യങ്ങളൊന്നുമില്ല. ഒരു ഉളുപ്പും ഇല്ലാണ്ട് പോകുന്ന കണ്ടോ. ഇവരെങ്ങനെ നടക്കുന്നടേ. അവനൊന്നും മനുഷ്യനല്ല എന്നു. ഓനൊക്കെ പിന്നെ ട്രാവലർ കൊണ്ടിട്ടും ബസ് കൊണ്ടിട്ടൊക്കെ ഇങ്ങനെ റെഗുലറായിട്ട് വന്നു പോകുന്നൊരു സ്ഥലമാണ് ഊട്ടി. അപ്പോൾ ഓനത് ഇവിടുത്തെ സകല സ്ഥലങ്ങളും കൊയിലാണ്ടി അല്ലെ കോഴിക്കോട് കുറ്റിയാടി പോലെ സകല സ്ഥലങ്ങളും സകല പീടികകളും അറിയാം. സ്ഥിരമായിട്ട് ഇങ്ങനെ വരുന്നതാണല്ലോ. അപ്പം അങ്ങനെയാണ് ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലിൽ മറ്റേ എന്തോ പൈസ അവന് കിട്ടും. എന്താ വെച്ചാൽ ആൾക്കാരെയും കൊണ്ടുവരുന്നതാണല്ലോ. അങ്ങനെ അതോ ഒരു ഉളുപ്പുമ്മാനും ഇല്ലാണ്ട് കുപ്പായിടാണ്ട് നടക്കുന്നത് എനിക്കിട്ട് നടക്കുന്നില്ലടേ. അപ്പം അങ്ങനെയാണ് ഗൈസ്. ഞാൻ ഗുളി കുടിച്ചിട്ട് മെല്ലെ ഉറങ്ങാൻ നോക്കട്ടെ. ഉറക്ക് മസ്റ്റാണ് ബിക്കിലേ. അപ്പം അങ്ങനെയാണ്. ഓക്കെ, എല്ലാവരോടും ബായ്. എനിക്കിത് ഇവിടെ നുണക്കൊയ്യ പോലെ പണ്ടൊരു ഗുരു ഉണ്ടായതാ. എല്ലാവരും വിചാരിക്കും ഞാൻ നുണക്കൊയ്യ വെച്ചതാണ്. ഓക്കെ ടാ. ഭക്ഷണമൊന്നും വേണ്ട, എവിടെയെങ്കിലും കിടന്നാ മതി എന്ന് പറഞ്ഞെടുത്തുനിന്ന് വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ കഴിക്കാൻ വന്നു. ഞാൻ നൂഡിൽസാണ് കഴിക്കുന്നത്. ആട്ടനെന്താ ആട്ടയുടെ പൊറാട്ട കാട്ടിപ്പോ ആട്ടത്തിനെയും കട്ടിക്കുമല്ലോ. ആട്ടത്തെയും കുടുങ്ങിക്കുമെന്ന് ചോദിച്ചതാ. ഏട്ടൻ പൊറാട്ടയാണ് കഴിക്കുന്നത്, പിള്ളേർ പൊറാട്ടയാണ് കഴിക്കുന്നത്. പിന്നെ എൻ്റെ നൂഡിൽസിന് ചെറുതായിട്ട് വലിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെയാണ്. ഞാൻ നാട് വിട്ടാൽ പിന്നെ നൂഡിൽസൊക്കെ കഴിക്കുള്ളൂ. വേറെ എനിക്ക് പറ്റിയ ഇവിടെ ഇല്ല ഗൈസ്. അതുകൊണ്ടാ നമ്മളെ നൂഡിൽസ് പോലെ അല്ല കേട്ടോ, ഒരു വെറൈറ്റി. അപ്പോൾ ഉറക്കമൊക്കെ കണ്ണു കിട്ടിയിരിക്കും. ഓക്കെ ടാറ്റ ബൈ ബൈ. ഫുഡ് കഴിക്കാൻ വന്ന ഹോട്ടലിൽ ഇതൊരു പഴയ പുരാതനമായിട്ടുള്ളൊരു ബിൽഡിംഗ് ആട്ടോ. അവിടെ ഈ ഒരു സംഭവം ഇത് ഒറിജിനൽ ആണ് എന്ന് പറയപ്പെടുന്നു. നമുക്കിപ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. മൂപ്പര് പറഞ്ഞ ഇവിടെ നിൽക്കുന്നതിനെ കൊണ്ട് പറഞ്ഞു. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഇത് ഒറിജിനലാണ്. ഇതൊരു പഴയ ബിൽഡിംഗ് പോലത്തെ സംഭവമാണ്. അവിടെ ഉണ്ടൊരു ഇവിടെ ഉണ്ടായിരുന്നു ഏതോ കാലത്ത് വെച്ച സംഭവങ്ങളാണല്ലോ. ഏതായാലും അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കാന്ന് കരുതി. ഒന്നും വേണ്ട, ഫുഡും വേണ്ട, കിടക്കുക എന്ന് പറഞ്ഞതാ. ഫുഡ് കഴിച്ച് വന്ന് കുറച്ച് സ്ഥലം ബാക്കി ഉണ്ടായിരുന്നു. നേരത്തെ മേടിച്ച സാധനം ഉണ്ടല്ലോ, ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സംഭവം. ആ കുത്തിന് തിന്നണം തോന്നി. ഒരു പേക്കുണ്ട്, അങ്ങനെങ്കിലും തീർക്കണം. ഞാൻ വേണം അടുത്ത പേക്ക് വാങ്ങിപ്പിക്കാൻ. ഇങ്ങനെയാണ് ഞാൻ തടിക്കുന്നത്. ചിലർ പറയും മറ്റേ തൈറോയിഡ് ഉണ്ടായിട്ടാണ് ഇങ്ങനെ. ഒന്നുമല്ല ഗൈസ്.
അതൊക്കെ നോക്കി ചെക്ക് ചെയ്ത് ഒന്നുമില്ല. തിന്നിട്ടുള്ള തടി മനസ്സുഖം. എൻ്റെ അമ്മ പറയലതാ, മനസ്സിന് സുഖം കൂടുമ്പാണ് തടിക്കുക.